ഒരു ദിവസം രാവിലെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല കേട്ടോ നോയിഡയിലെ തൊഴിലാളി സമരം. ആണ്ടുകളായി ഉമിത്തി പോലെ എരിഞ്ഞു നിന്ന ഒരു പ്രശ്നം തീയായി ഉയരുകയായിരുന്നു. സെക്ടർ 121 ഗാർഹിക തൊഴിലാളികളാണ് ആദ്യം നിരത്തിലിറങ്ങിയത്. ഒരൊറ്റ ദിവസം കൊണ്ട് കൊടുങ്കാറ്റിൽ കാട്ടുതീ പടരുന്നത് പോലെ അത് നോയിഡ മുഴുവനും പടർന്നു പിടിക്കുകയായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം തൊഴിലാളികൾ നിരത്തുകളിൽ ഇറങ്ങി രോഷത്തിന്റെ ഭാഷയിൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. ഇത് കേട്ട് മുതലാളിമാർ നടുങ്ങി. ഭരണകൂടങ്ങൾ വിറങ്ങൽ. എന്താണ് അവരെ തെരുവിലേക്ക് എത്തിച്ചത് എന്നല്ലേ? ഒരു മാസം 11,000 രൂപ. രാവിലെ 8:30 ജോലിക്ക് കയറിയാൽ രാത്രി 8 വരെയാണ് പണി. ഒരു തുണിമിൽ തൊഴിലാളിയുടെ വാക്കുകളാണിത്. 10 മുതൽ 13 മണിക്കൂർ വരെ നീളുന്ന ജോലി. ശമ്പളമാകട്ടെ വെറും 12,000 രൂപയിൽ താഴെ. നോയിഡയിലെ ഏറ്റവും മോശം മുറിക്ക് പോലും മാസവാടക 4,000 മുതൽ 7,000 രൂപ വരെ ആകുമ്പോൾ ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും? പാചകവാതകത്തിന്റെ വില കരിഞ്ചതയിൽ 3,000 കുതിച്ചുയരുകയാണ്. വിശക്കുന്ന കുഞ്ഞിന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാത്ത നിസ്സഹായതയിലാണ് ആ തൊഴിലാളികൾ ഇപ്പോൾ. അതോടൊപ്പം പുതിയ തൊഴിൽ നിയമങ്ങൾ കൂടി നടപ്പായതോടുകൂടി ട്രേഡ് യൂണിയനുകൾ അതീവ ദുർബലമായിരിക്കുന്നു. ഇതോടെ തൊഴിലാളികളുടെ പരാതികൾ കേൾക്കാൻ ആരുമില്ലാതെ ആയി. 8 മണിക്കൂർ ജോലിയും 26,000 രൂപ മാസ ശമ്പളവും ആവശ്യപ്പെട്ട തൊഴിലാളികൾക്കു നേരെ പോലീസ് ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുകയാണ്. അവിടെ സമരത്തിൽ പങ്കെടുത്ത 353 പേരെയാണ് പോലീസ് ഇതുവരെയായി അറസ്റ്റ് ചെയ്തത്. ലാത്തിചാർജുകളിൽ നിരവധി പേർക്കാണ് കേട്ടോ പരിക്ക്. ഈ ന്യായമായ പ്രതിഷേധത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും നക്സലിസമാണെന്നും ആരോപിച്ചാണ് ഇതിനെ അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിക്കുന്നത്. തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഗതികെട്ടുകൊണ്ട് താൽക്കാലിക വേതന വർധനവ് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിദഗ്ധ തൊഴിലാളികൾക്ക് 13,690 രൂപയും വിദഗ്ധ തൊഴിലാളികൾക്ക് 16,868 രൂപയുമായിട്ടാണ് വേതനം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ നോയിഡ പോലുള്ള ഒരു നഗരത്തിൽ താമസ സൗകര്യം, ഭക്ഷണം, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വലിയൊരു തുകയാണ് വേണ്ടിവരിക. അവിദഗ്ധ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഈ 13,690 രൂപ കൊണ്ട് ഒരു കുടുംബം പോറ്റുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇത് ഭരണകൂടത്തിന് അറിയാത്തത് കൊണ്ടല്ല കേട്ടോ, അവർ ചെയ്യാത്തതാണ്. മുതലാളിമാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഇതിനപ്പുറം എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്? തുച്ഛമായ കൂലിക്ക് 12 മണിക്കൂറിലധികം പണിയെടുക്കേണ്ടി വരുമ്പോൾ തൊഴിലാളി വർഗം പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന അവകാശമാണ് കവർന്നെടുക്കപ്പെടുന്നത്. രാജ്യം വളർച്ച കൈവരിച്ചുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ആ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് അതിന്റെ പങ്കു നിഷേധിക്കപ്പെടുകയാണ്. ഇവിടെ തൊഴിൽ സ്ഥിരതയും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കി അവരെ അടിമകളാക്കുന്ന പുതിയ ചട്ടങ്ങൾക്കെതിരെയുള്ള താക്കീത് കൂടിയാണ് നോയിഡയിലെ ഇപ്പോൾ നടക്കുന്ന ഐതിഹാസികമായ ആ തൊഴിലാളി സമരം.